ഞാനിന്നൊരു പോസ്റ്റർ ചെയ്യാൻ പോകുന്നത് ഈ ഇമേജാണ്. നമുക്കിതിൻ്റെ സബ്ജക്റ്റും ബാക്ക്ഗ്രൗണ്ടും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കർവ് ഉപയോഗിച്ച് ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ ലൈറ്റ് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഇത് ഓക്കെ കഴിയുമ്പോഴത്തേന് ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ ക്യാമറ റോയ്ക്കകത്ത് പോയിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കുറച്ച് കളറെല്ലാം കൂടെ നമ്മളൊന്ന് മൈനസ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇതിൻ്റെ അകത്ത് എനിക്ക് ചില കളറിൻ്റെ ആവശ്യമുള്ളൂ, അതൊക്കെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യുന്ന പോലെയാണ് ഇതിരിക്കുന്നത്. ഞാൻ ഈ ഫോട്ടോയ്ക്ക് വേണ്ടാത്ത കുറച്ച് കളറ് 2-3 റെഡൊക്കെ മാത്രം നിലനിർത്തിയിട്ട് ബാക്കി ഫുള്ള് ഞാൻ മൈനസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ലൈറ്റ്, കോൺട്രാസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ക്ലാരിറ്റി, ഇതെല്ലാം കൂടെ ഒന്ന് ഞാൻ ഇച്ചിരി റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഫോട്ടോയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാവുള്ളൂ, അതിൻ്റെ അനുസരിച്ച് തന്നെ. സെയിം അതേപോലെ തന്നെ ഞാൻ ഈ സബ്ജക്റ്റിൻ്റെയും കുറച്ച് കളറെല്ലാം കൂടെ ഒന്ന് മൈനസ് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ അകത്ത് റെഡ്, ഓറഞ്ച്, യെല്ലോ ഈ 3 കളർ ഒഴിച്ച് ബാക്കിയൊക്കെ ഞാനൊന്ന് കുറയ്ക്കാൻ പോവുകയാണ്. കാരണം എനിക്ക് ആ 3 കളറേ ഈ പടത്തിന് ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ചെയ്യുമ്പോഴത്തേന് ഈ ഒരു ഐഡിയ യൂസ് ചെയ്യുക, പക്ഷേ ഇതേ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യാതിരിക്കുക. ബാക്കി അതിൻ്റെ ഹൈലൈറ്റ്സ്, ക്ലാരിറ്റി, അങ്ങനെയുള്ളതെല്ലാം തന്നെ ഞാനിപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇപ്പം ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുത്ത് നോക്കുക, അത് എനിക്കത് പെർഫെക്റ്റ് ആവുമോ ഇല്ലയോ എന്നുള്ളത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കുറച്ചുകൂടെ ലൈറ്റ് ഉള്ള പോലെ ഒന്നും ഞാനത് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് റെഡ്യൂസ് ചെയ്ത് ഇച്ചിരി ഒന്ന് ഡാർക്ക് ആക്കുകയാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന ഗ്രേഡിയൻ്റ് മാപ്പ് എടുത്ത് ഞാൻ ഈ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ഒരു ടോണ് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യുകയാണ്. ഇതിപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പടത്തിന് എന്ത് ടോണാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു കളർ വെച്ച് വേണം നിങ്ങളതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ബ്ലാക്ക്, ഒരു ഗ്രേ, ഒരു ഓറഞ്ച്, ഈ 3 ഒരു ഇത് വെച്ചാണ് ഞാനൊന്ന് ടോൺ സെറ്റ് ചെയ്തിരിക്കുന്നത് ആസ് യൂഷ്വൽ. എന്നിട്ടത് സോഫ്റ്റ് ലൈറ്റ് ആക്കിയിട്ട് ഞാനത് കുറച്ചതിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കുക. ആവശ്യമുള്ള നമ്മുടെ ഫോട്ടോയ്ക്ക് എന്തൊരു ആവശ്യമുണ്ടോ അത് മാത്രം കൊടുത്താൽ മതി. ഇതെല്ലാം ഓരോരുത്തരുടെ ഐഡിയ ചെയ്തിരിക്കും. ഇപ്പം ഞാൻ ഉദ്ദേശിച്ച ടോൺ ഏറെക്കുറെ സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഒരു ടെക്സ്ചർ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. അതൊരു എന്താ പറയുന്നത്, ഒരു വൈറ്റ്, രണ്ടും തമ്മിൽ ഒരു സെപ്പറേഷൻ തോന്നാൻ വേണ്ടിയാണ് ഞാനിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബ്ലാക്ക് ആയതുകൊണ്ട് അത് സ്ക്രീൻ കൊടുത്തു കഴിയുമ്പോൾ അത് അടിപൊളിയായിട്ട് സെറ്റാകും. ഇനി ഞാൻ ലെയർ ഒന്ന് ഫ്ലാറ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഒരു പ്രീസെറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ കളറുകൾക്കെല്ലാം പറ്റുന്ന ഒരു സാധനം ഞാൻ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് വേണ്ട മാറ്റങ്ങൾ ഞാൻ വരുത്തും. ഇതിനിപ്പോൾ ഇച്ചിരി ഷാർപ്നെസ് എല്ലാം കൂടുതലാണ്, അതെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സെറ്റാക്കണം. എന്നിട്ട് ഞാൻ അടിവശം കുറച്ച് ഡാർക്കാക്കി ആ മണ്ടേ ഫേസിലേക്ക് എന്താ പറയുന്നത് ഒരു പാച്ച് ലൈറ്റ് വരുന്ന പോലെ ഞാനൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾ ചെയ്യുന്ന ഫോട്ടോയ്ക്ക് ഏത് സൈഡിൽ നിന്ന് ലൈറ്റ് സോഴ്സ് ഉണ്ടോ അതിനനുസരിച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. ഒത്തിരി ഷാഡോ കിടക്കുന്നിടത്ത് ഇതുപോലെ കൊണ്ട് ലൈറ്റ് കൊടുക്കരുത്. ഇത് ലെഫ്റ്റോ റൈറ്റോ നിങ്ങൾ ചെയ്യുന്ന ഉദ്ദേശിക്കുന്ന ഫോട്ടോയ്ക്ക് അനുസരിച്ച് വേണം കൊടുക്കാനായിട്ട്. 50% ഗ്രേ ആഡ് ചെയ്തിട്ട് അത് ഓവർലേ ആയിട്ട് ഞാനൊന്ന് ബേൺ ടൂൾ വെച്ച് ഞാനൊന്ന് റിം ലൈറ്റിൻ്റെ ഒന്ന് സെറ്റ് ചെയ്യാൻ പോകാം. ഇനി നമുക്ക് കൊടുക്കാനുള്ള ടൈറ്റിൽ എന്താണോ അത് ചുമ്മാ കൊടുക്കാം. ഞാൻ ഐ ആം ദ ഡേഞ്ചർ എന്നാണ് കൊടുക്കുന്നത്. ഈ സിനിമയുടെ ഒരു എന്താ പറയുന്നത് പുള്ളിയുടെ തീം അനുസരിച്ച് ഞാനിതൊന്നും കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പോസ്റ്റർ ഇതോടുകൂടി റെഡി ആയിട്ടുണ്ട്.